PM കിസാന്റെ 23ാമത്തെ ഗഡു വരുന്നത് സംബന്ധിച്ച് നിരവധി വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നതാണ്. ഈ PM കിസാൻ സംബന്ധിച്ച് നമ്മൾ വിവിധ വീഡിയോകൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആളുകൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി സെൻറ്ററുകളിൽ പോയി പിന്നെയും ഓരോ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണ്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾറെഡി ആക്റ്റീവായ ഈ PM കിസാൻ്റെ കാര്യങ്ങളിൽ നമ്മൾ റിപ്പീറ്റഡായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അപ്ഡേറ്റ് ആകാൻ താമസം എടുക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പൈസയൊക്കെ കിട്ടുവാൻ വൈകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അംഗീകൃതമായ ഭാരത് സർക്കാർ സംരംഭമായി പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻ്ററുകളെ തന്നെ ആശ്രയിച്ചിട്ട് അവർക്ക് ഈ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഈ PM കിസാൻ സംബന്ധിച്ചിട്ട് സെൻട്രൽ മിനിസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പോസ്റ്ററും ഇതിനകത്ത് ഇട്ട് തരാം. അപ്പോൾ അതിനകത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും പോസ്റ്ററുകളും ഒക്കെ കാണും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, മൊബൈലിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, സ്വന്തമായിട്ട് നമ്മൾ അതിൽ കയറുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ KYC തന്നെ അതിൽ ഓൾറെഡി നിങ്ങളുടെ ചെയ്തതായിരിക്കും. അപ്പോൾ ഇതറിയാതെ കണ്ട് പിന്നെയും നമ്മൾ അതിനകത്ത് കയറി ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ സിങ്ക് ആകാനുള്ള ഒരു ടൈം എടുക്കും. ആ ടൈമിൽ നിങ്ങളുടെ പൈസ വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അതിനെ ഇത് അഫക്റ്റ് ചെയ്യും. ഈ പേയ്മെൻറ്റ് കിട്ടാൻ ഡിലേ ആവും. ഈ പേയ്മെൻറ്റ് മൊത്തം നമുക്കറിയാം PM കിസാൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് നടക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റുള്ളതുപോലെ കൃത്യമായിട്ട് ഫുള്ള് ഡിജിറ്റലൈസ് ആകാതെയല്ല, കംപ്ലീറ്റ് ഡിജിറ്റലൈസിലൂടെയാണ് ഈ PM കിസാൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സെൻറ്ററിൽ നമ്മൾ രാവിലെ 9:30 മുതൽ ഒരു 11 മണി വരെ നമ്മൾ ഇതിനു വേണ്ടി ടൈം വെച്ച് ആളുകൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ ചെയ്തു കൊടുക്കും. മറ്റുള്ള സെൻറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ PM കിസാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ കയറി നോക്കി എന്തുമെങ്കിലും ഒക്കെ ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് അങ്ങ് പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് കയറിയിട്ടുണ്ടോ, ഇതിൻ്റെ കാര്യങ്ങൾ എന്തുമായി ഒന്നും നമുക്ക് പിന്നീട് അത് നോക്കാൻ സാധിക്കുകയില്ല. വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പേയ്മെൻറ്റ് വരുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പല വീഡിയോസുകൾ നമ്മൾ ഈ കിസാൻ സംബന്ധമായിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഞങ്ങളെപ്പോലുള്ള ആളുകൾ അത് കൃത്യമായിട്ട് നമ്മൾ ഡെയിലി ഓരോ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വെറും ഒരു യൂട്യൂബ് പ്രൊമോഷന് വേണ്ടിയിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കൂടുതലും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സിലും നമ്മുടെ പൊതുസമൂഹത്തിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ SD ചാനൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോകൾ, ഇപ്പം ഞാൻ വരും ദിവസങ്ങളിൽ കുറേ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം വരുന്ന വീഡിയോസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചില കേസുകൾ നമുക്ക് ഈ ഫ്രണ്ടിൽ നമ്മൾ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് വരുന്നതുമായിട്ടാണ് നമ്മുടെ അടുത്ത് ഈ കസ്റ്റമേഴ്സ് വരുന്നത് ഇത് ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആ വീഡിയോസ് അവർ കാണിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനൊരു സംഭവങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനൊരു കാര്യമേ നിലവിൽ കാണത്തില്ല. അത് ഈ ആളുകൾ അത് കേട്ടാത്ത പാതി അത് വെച്ചിട്ട് അതിനകത്ത് കയറി ചെയ്ത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബെനിഫിറ്റ് കൂടെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അംഗീകൃതമായിട്ടുള്ള സെൻറ്ററുകളിൽ പോവുക, ഇങ്ങനെ ഒരു വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊണ്ട് കാണിക്കുക, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം നമ്മുടെ സെൻറ്ററിൽ വരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മൾ എൻ്റർടൈൻ ചെയ്യത്തില്ല. നമ്മൾ ഈ ഏകദേശം ഒരു ദിവസം ഒരു 10-50 അല്ല മാക്സിമം ഒരു 60 കസ്റ്റമേഴ്സ് അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ സെൻറ്ററിൽ ഈ പറഞ്ഞ പോലെ അപ്പോയിൻമെൻറ്റ് ബേസിസിൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ച് ചോദിച്ചിട്ട് നമ്മുടെ സമയം ചോദിച്ചു വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വരുന്നതിൻ്റെ കാര്യം മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുമ്പോഴേ തന്നെ അവർക്ക് വേറൊരു സെൻറ്ററിലും നമ്മുടെ സെൻറ്ററിലും ഉള്ള ബെനിഫിറ്റ് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ള സെൻറ്ററുകളിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റാഫിനെ ട്രെയിൻ ചെയ്തിട്ടായിരിക്കും ഇരുത്തുന്നത്. അവർക്ക് ഇത്രയ്ക്കുള്ള കാര്യം അവർക്ക് അറിയത്തുള്ളൂ. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡെയിലി ഓരോ അപ്ഡേഷൻസ് നമുക്ക് ഈ PM കിസാൻ്റെ കാര്യത്തിലായാലും ഓരോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെയും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന ട്രെയിനിങ് ഡെയിലി നമ്മൾ രാവിലെ ഒരു സെൻറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/2 മണിക്കൂറുള്ള ഈ കാര്യങ്ങൾ മൊത്തം നമ്മൾ പഠിക്കും.
പഠിച്ചിട്ട് അത് നമ്മുടെ അറിവിനെ അത് ഡെയിലി അപ്ഡേറ്റ് ചെയ്തിട്ട് ആ അപ്ഡേഷനാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രൊഫഷണലായിട്ട് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊഫഷണലായിട്ട് സർവീസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ സപ്പോസ് ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാലും നമുക്കത് കറക്റ്റ് ചെയ്യാനും അത് നമ്മൾ ഏത് ടോപ്പ് വരെയും നമുക്കത് ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് അത് കൃത്യമാക്കി ആ കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്, നമുക്കും ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 50 കസ്റ്റമേഴ്സിൻ്റെ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ ആ 50 കസ്റ്റമേഴ്സിന് എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ കൊടുത്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് ഏത് ഉറക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മളൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സേവന കേന്ദ്രങ്ങളാണ് നമുക്ക് മുന്നോട്ട് വരേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ PM കിസാൻ്റെ എടുത്തൊരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് തീയതി ഇതിൻ്റെ ജൂൺ 30 അപ്പോൾ ഈ ഒരുപാട് ആളുകൾ ഇപ്പോൾ ചെയ്തവർ വിചാരിക്കും ഞങ്ങളുടെ എല്ലാം ഓക്കെ ആയിരിക്കും, പക്ഷെ അവർ വന്ന് ഈ പറഞ്ഞ പോലെ ഫേസ് വെച്ച് ഓതൻറ്റിക്കേഷൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഇവരുടെ ഇതിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്, പ്രത്യേകിച്ച് PM കിസാൻ്റെ കേസ്. ഇത് 5 മിനിറ്റ് കൊണ്ടും 2 മിനിറ്റ് കൊണ്ടും ചെയ്യുന്നിടത്തൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പേയ്മെൻറ്റ് കിട്ടാതെ വരുമ്പോൾ ഈ കസ്റ്റമേഴ്സ് തന്നെ നമ്മുടെ സെൻറ്ററിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വരും. അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ സെൻറ്ററിൽ ചെയ്ത ആളുകൾക്കാണ് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം എടുത്ത് തന്നെ നമ്മുടെ ഈ ഓൺലൈൻ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. വരും ദിവസങ്ങളിൽ ഓരോ എക്സാമ്പിൾ സഹിതം നമ്മൾ വീഡിയോ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ, അതോടൊപ്പം തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.